ഹായ് ഗൈസ്, ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത്. കൊട്ടാരക്കരയിൽ കുറച്ച് ഹിഡൻ പ്ലേസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കൊട്ടാരക്കര ഓടനാവട്ടത്തിനടുത്ത് വെളിയം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 24 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന മുട്ടറ മരുന്നുമലയിലേക്കാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററും കൊല്ലത്ത് നിന്നും 30 കിലോമീറ്ററുമാണ് മുട്ടറ മരുതിമലയിലേക്കുള്ള ദൂരം. കേരളത്തിലെ ആദ്യ ഹരിതവന പദ്ധതി നടപ്പിലാക്കിയ വനേതര പ്രദേശം കൂടിയാണിത്. 38 ഏക്കർ വരുന്ന സ്ഥലത്താണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാലും ഇതൊരു വാണിജ്യ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടില്ലാത്തതിനാൽ ഇങ്ങോട്ടുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. അത്യപൂർവമായ ജൈവ വൈവിധ്യമാണ് ഇവിടുത്തെ പ്രത്യേകത. മലയിലെത്തിയിട്ടുണ്ട്. ഇനി കേറാൻ അങ്ങോട്ട് വിടുവോന്ന് അറിയത്തില്ല. നമ്മളിതാ മലയിലേക്ക് പോവുകയാണ് മുകളിലോട്ട്. അവിടെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നടന്നുകൊണ്ട് അകത്തോട്ട് വിടുവോന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. വാ. മരുതിമലയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നിലനിർത്തിയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. ഓണനാളുകളിൽ സ്ഥിരമായി ഇവിടുത്തെ വാനരന്മാർക്ക് നാട്ടുകാരുടെയും പ്രകൃതി സ്നേഹികളുടെയും വകയായി ഓണസദ്യ നൽകി വരുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. 25 ഏക്കർ സ്ഥലത്തായി വിശാലമായി കിടക്കുന്ന പാറപ്പുറ ഇന്ന് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സുഖകരമായി ട്രെക്ക് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. രണ്ടുപേരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ എന്നീ 3 വലിയ പാറകൾ ചേരുന്നതാണ് മരുതൻപാറ. അതിൽ ഒരു പാറയാണ് നമ്മളിപ്പോൾ കണ്ടത്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് പോയി കാണാം. നമ്മൾ മുട്ടാറപ്പാറയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ഇവിടെ ഫുള്ള് ആരും അധികമൊന്നും വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഫുള്ള് കാട് കയറി വെക്കുവാണ്. വളരെ മനോഹരമായിട്ടൊരു ഒരു റെസ്റ്റ് റൂം ഒക്കെ ഉണ്ട്. അതെ, സ്റ്റെപ്പ് കൊടുത്തിട്ടില്ല അവർ. അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആ, നേരെ വിട്ടോ. ഓ, എന്തായാലും എല്ലാരും ഒരുമിച്ചിരിക്കേ. നമ്മളിതാ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഓ, എന്തായാലും വഴിയടപ്പുണ്ടല്ലോ. എന്തായാലും അടുത്ത പാറ എത്തിയിരിക്കുകയാണ്. അതെ ഗൈസ്, നമ്മളിതാ അടുത്ത പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. 4 സൈഡും വ്യൂ ആണ്. എല്ലാ സൈഡിലും ഓരോ പാറയുണ്ട്. വ്യൂ. വാവ്. ഇല്ല, താഴെ പോണം. ഇത് വിക്രത്തിന്റെ ഒരു സിനിമയുണ്ട്, പാറമടക്കി. ഈ ബാരിക്കേഡ് കഴിഞ്ഞ് കുറച്ച് അകത്തോട്ട് മാറിയാ. ഹായ് ഗൈസ്, നമ്മളിതാ മുട്ടാറ പാറയുടെ 4 ചുറ്റിനും കിടന്ന് കറങ്ങുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ഇവിടെ ആയിരിക്കും ഉള്ളത്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനും
അതിൻ്റെ അനുബന്ധ സാധനങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ് മുട്ടറപ്പാറ. 13 വയസ്സുള്ള 2 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് വീണ് മരണപ്പെടുകയുണ്ടായി. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് മുട്ടറപ്പാറ. അതിനാൽ സൂക്ഷിച്ച് വേണം നമ്മളിവിടം സന്ദർശിക്കാൻ. പലയിടങ്ങളിലും കൈവരികളൊന്നും ശാശ്വതമായ രീതിയിലല്ല സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ തന്നെ ഫാമിലിയായും ഫ്രണ്ട്സായും ഒരുപാട് ആൾക്കാർ ഇവിടം സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ടും എന്തുകൊണ്ടാണ് സുരക്ഷാ കാര്യങ്ങളിൽ ഒട്ടും ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്താത്തതെന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ചെറിയ കുട്ടികൾ മുതിർന്നവർ കൂടെ ഇല്ലാതെ ഒരിക്കലും ഇവിടെ സന്ദർശിക്കരുത്. കാരണം വാച്ച് ഗാർഡ് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഒന്നും ഇവിടെ നമ്മൾ കണ്ടില്ല. നമ്മൾ ടോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആണ്. നമുക്ക് ഇവിടുന്ന് അധികം നേരം നിൽക്കണ്ട, നമുക്ക് താഴോട്ട് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ മുട്ടാറപ്പാറയിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് മുട്ടാറപ്പാറയുടെ എൻട്രൻസ്. അധികം ആരും ഇങ്ങനെ ഇങ്ങോട്ട് വരാറില്ലെന്നാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരണം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ വന്നതിന് ശേഷം കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാലും എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മളിതാ മുട്ടാറപ്പാറയുടെ താഴെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അടുത്ത അങ്ങോട്ടാ അച്ചു? അടുത്ത നമുക്ക് മീൻപിടിപ്പാറയിലേക്കാണ്. മീൻപിടിപ്പാറ. അപ്പോൾ പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളപ്പം മീൻപിടിപ്പാറയുടെ അകത്തേക്ക് കിടക്കുകയാണ്. മനോഹരമായ ഒരു ചുറ്റുപാടിൽ സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ കൊല്ലം ജില്ലയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ഇവിടുത്തെ ജലത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നതിനാൽ ഈ സ്ഥലം സന്ദർശകരുടെ പ്രിയപ്പെട്ട സ്ഥലമായി തുടരുന്നു. ചെമ്മങ്ങനാട് കിഴക്കേ തെരുവിൽ നിന്നുള്ള വെള്ളം ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകി വെള്ളച്ചാട്ടത്തിൽ എത്തുന്നത് രസകരമായ കാഴ്ചയാണ്. മനോഹരമായ പാർക്കുകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ഭീമൻ മത്സ്യപ്രതിമ, സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവയൊക്കെയാണ് മീൻപിടിപ്പാറയിലെ പ്രധാന ആകർഷണങ്ങൾ. 1/2 കിലോമീറ്റർ നീളമുള്ള നടപ്പാത, ഇരിപ്പിടത്തിനുള്ള കല്ല്, ബെഞ്ചുകൾ എന്നിവയൊക്കെ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മല്ലപ്പൂഞ്ചോല മാമനക്ക് മണിമാല കണ്ടാലോ നല്ല കാച്ചിയ കാരുരുമ്പ്. അവധി ദിവസങ്ങളിൽ ഫാമിലിയുമായി ഒന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മീൻപിടിപ്പാറ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം മീൻപിടിപ്പാറയിൽ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാണത്തുള്ളൂ മീൻപിടിപ്പാറയിലേക്ക്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ആട്ടം ഒന്നൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം.